ബലാത്സംഗ കേസിൽ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കും. യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിൽ ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം ഇന്നും ചോദ്യം ചെയ്യൽ തുടരുമെന്നുള്ളതാണ്. എപ്പോഴാണ് ചോദ്യം ചെയ്യൽ? രാഖി, രാവിലെ മുതലായിരിക്കും ചോദ്യം ചെയ്യൽ തുടരുക. ഇന്നലെ രാവിലെ 9 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഏകദേശം 4 മണിവരെ നീണ്ടു. 7 മണിക്കൂറോളമാണ് ഇന്നലെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് റാപ്പർ വേടനെ പോലീസ് ചോദ്യം ചെയ്തത്. അന്വേഷണമായിട്ട് താൻ സഹകരിക്കും, കോടതിയുടെ മുന്നിലുള്ള കേസാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുള്ളതായിരുന്നു മാധ്യമങ്ങളോടക്കം വേടൻ പറഞ്ഞത്. പ്രധാനമായിട്ടും പോലീസ് പരിശോധിക്കുന്നത് യുവതി നൽകിയ പരാതിന്മേലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ്. നേരത്തെ ഹൈക്കോടതി റാപ്പർ വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ച സമയത്ത് കർശന വ്യവസ്ഥകളിൽ ഒന്നായിരുന്നു ചോദ്യം ചെയ്യലിന് ഈ 9-ാം തീയതിയും 10-ാം തീയതിയും ഹാജരാകണമെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റാപ്പർ വേടൻ ഹാജരായത്. എന്തായാലും 2-ാം ദിവസത്തിലെ ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിൽ വിട്ടയക്കും. കാരണം ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യമുണ്ട്. എന്തായാലും കർശന വ്യവസ്ഥകളോടുകൂടിയാണ് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യം ഉള്ളത്. സാക്ഷിയെ അല്ലെങ്കിൽ പരാതിക്കാരെ യാതൊരു ഘട്ടത്തിലും സ്വാധീനിക്കാനടക്കം പാടില്ല എന്നതാണ് നിലവിൽ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഒരു ഉപാധി മുൻകൂർ ജാമ്യത്തിലെ ഒരു ഉപാധി എന്ന് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മറ്റൊരു കേസിൽ, അതായത് നിലവിൽ 2 കേസുകളാണ്, 2 ബലാത്സംഗ കേസുകളാണ് റാപ്പർ വേടനെതിരെ പോലീസ് എടുത്തിട്ടുള്ളത്. സെൻട്രൽ പോലീസ് എടുത്ത കേസിൽ കഴിഞ്ഞ ദിവസമാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി റാപ്പർ വേടന് മുൻകൂർ ജാമ്യം നൽകിയതും. അത് സമാനമായിട്ട് കർശന വ്യവസ്ഥകളോട് തന്നെയാണ്. എന്തായാലും ഈ ഒരു കേസിൽ, ഈ ബലാത്സംഗ കേസിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിൽ തന്നെയാണ് ചോദ്യം ചെയ്യലിനായിട്ട് റാപ്പർ വേടൻ വീണ്ടും ഹാജരാകുന്നത്. ഇന്നലെ 7 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടിരുന്നു. ഇന്നും തുടരുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ റാപ്പർ വേടൻ എത്തും. വൈകുന്നേരത്തോടെ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് വിട്ടയക്കാനായിട്ടാണ് സാധാരണ ചെയ്യുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് റാപ്പർ വേടന്റെ പ്രതികരണം കൂടി മാധ്യമങ്ങൾ തേടുകയും ചെയ്യും. 2021-2023 കാലഘട്ടത്തിൽ വിവിധ ഇടങ്ങളിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു യുവ വനിതാ ഡോക്ടർ നൽകിയ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി നിരന്തരം തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു യുവതിയുടെ ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലായിരുന്നു റാപ്പർ വേടന് മുൻകൂർ ജാമ്യം ലഭിച്ചത്. എന്തായാലും ഇനി കേസ് അന്വേഷണം ദ്രുതഗതിയിൽ കൊണ്ടുപോകേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. ബലാത്സംഗ കേസിൽ ഹിരൺദാസ് മുരളി എന്ന റാപ്പർ വേടന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും. രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.